2026 ഫെബ്രുവരി മാസം ഇറങ്ങിയ സിനിമകളുടെ ഒരു അനാലിസിസാണ് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഫെബ്രുവരിയിൽ ആദ്യം ഇറങ്ങിയ സിനിമയെന്ന് പറയുന്നത് ആശാനാണ്. ജോൺ പോൾ ജോർജ്, അമ്പിളി, ഗപ്പി സിനിമ തുടങ്ങിയ ശേഷം എടുക്കുന്ന സിനിമയാണ് ആശാൻ. ആശാൻ സിനിമ അതിൻ്റെ പാട്ട് കുഞ്ഞിക്കവൾ മേഘമേ എന്ന പാട്ട് ഏകദേശം എല്ലാ സ്ഥലത്തും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒക്കെ പാട്ട് വളരെ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺ പോൾ ജോർജ് തന്നെയായിരുന്നു. പക്ഷേ സിനിമയുടെ കഥ വരുമ്പോൾ ഇത് തിയേറ്ററിൽ ആളെ കയറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ജോൺ പോൾ ചിത്രം പോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ട് ചെയ്യുന്നൊരു പടമാണ്. പക്ഷേ ഇത് OTTയിലും ഇറങ്ങിയതിന് ശേഷവും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് പക്ഷേ ഗപ്പിയും അമ്പിളിയും കുറച്ചും കൂടെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അത് OTT വന്നപ്പോഴാണ് പിന്നെ അത് കണക്ട് ആയത്. തിയേറ്ററിൽ ആളെ കയറ്റിയില്ല. ഈ ജോൺ പോൾ ജോർജിൻ്റെ സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ ആണ്. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ തിയേറ്ററിൽ പടം ഫ്ലോപ്പായിരുന്നു. പക്ഷേ ആശാൻ്റെ ആദ്യത്തെ കുറച്ച് സീൻസ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് ആളുകൾ കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവസാനം ആകുമ്പോഴേക്കും ഇത് വീണ്ടും പഴയ ഒരു ട്രാക്കിലേക്കാണ് പടം പോകുന്നത്. ഒരു സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ഫീലൊക്കെ വരുന്ന ഒരു സാധനമാണ്. അടുത്ത പടം ആശകൾ 1000. കഴിഞ്ഞ 20 വർഷമായി ഒരു ശരാശരി മലയാളി സിനിമ പ്രേമി ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ജയറാമേട്ടൻ്റെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചൊരു എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയായിരുന്നു ആശകൾ 1000. ജയറാമിൻ്റെ സിനിമ വരും പോകും. ചിലപ്പോൾ നമ്പേഴ്സൊക്കെ പ്രൊഡ്യൂസേഴ്സിന് ലാഭകരമായിട്ട് തന്നെ കിട്ടാറുണ്ട്. പട്ടാഭിരാമനും മാടുപുലിയാട്ടമൊക്കെ പോലെ തന്നെ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പഴയ കാലത്തെ ഒരു ജയറാം അത് തിരിച്ചു വന്നിട്ടില്ല. അത് ഇനി വരാനും പോകുന്നില്ല. ആക്ച്വലി ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സ്ഥിരമായി ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളൊരു പീക്ക് ജയറാമിൻ്റെ യോഗമൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഒരേ സമയത്ത് ക്ലാഷ് റിലീസ് വന്നാലും ബ്ലോക്ക് ബസ്റ്ററാണ്. മോഹൻലാലിൻ്റെ പടം വന്നാലും മോഹൻലാലിൻ്റെ പടങ്ങളെ താഴ്ത്തി മേളിൽ കയറുന്ന ഒരു ജയറാമിൻ്റെ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ജയറാമിന് അതുപോലെ ഹിറ്റ് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ആ ഡയറക്ടേഴ്സ് പലരും മരിച്ചുപോയി. പല ആളുകളും ഇന്ന് ഫീൽ ഔട്ടാണ്. അവർ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകുന്നു. എടുക്കുന്ന പടങ്ങൾ അത്ര സക്സസ് ആവുന്നില്ല. അങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിൽ ഇനി ആ പഴയ കാലത്തെ സിനിമകൾ ഇനി സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി പുതിയ രീതിയിൽ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ ടേസ്റ്റിനനുസരിച്ചുള്ള സിനിമകൾ ചെയ്താൽ മാത്രമേ ഇനി അങ്ങനെ ഒരു വേറൊരു രീതിയിൽ, പഴയ രീതിയല്ല പുതിയൊരു രീതിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ആശകളാരും ഒരു കംബാക്കൊന്നും ആയിരുന്നില്ലെങ്കിലും പടത്തിൽ ഫെബ്രുവരി മാസം വേറെ ഈ പടങ്ങൾ ഇറങ്ങിയ സമയത്ത് വേറെ റിലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പടം കഷ്ടിച്ച് ഫ്ലോപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു സാമാന്യ അഭിപ്രായം നേടി, സാമാന്യ കളക്ഷൻ നേടി സിനിമ ഹിറ്റ് ചാർട്ടിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പടമാണ് പെണ്ണും പൊറാട്ടും. IFF വേദിയിൽ ഉൾപ്പെടെ ഫിലിം ഫെസ്റ്റിവൽ മികച്ച അഭിപ്രായം നേടിയ നല്ല ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ലഭിച്ച സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നടനും കൂടെ ആയിട്ടുള്ള രാജേഷ് മാധവനാണ്. സിനിമയിൽ വലിയ സ്റ്റാർ നെയിംസ് ഒന്നുമില്ല. പിന്നെ കൂടുതൽ ന്യൂ ഫേസസ് അടങ്ങിയ വലിയൊരു കാസ്റ്റാണ്. റിലീസിന് മുമ്പ് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ കീഴടക്കിയ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ആ സിനിമ എന്നൊരു ക്യൂരിയോസിറ്റി പൊതുവിൽ നമുക്കിടയിലുണ്ടായിരിക്കും. സിനിമയുടെ ട്രെയിലർ ആ പ്രതീക്ഷ കൂട്ടാൻ പാകത്തിന് മികച്ചതായിരുന്നു. പക്ഷേ തിയേറ്റർ റിലീസ് വന്നപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇങ്ങനൊരു സിനിമ വന്നത് ആരും തന്നെ അറിഞ്ഞതുമില്ല, ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷേ ഈ സിനിമ മോശമാണെന്ന് തന്നെ അർത്ഥമില്ല. സിനിമ ആക്ച്വലി അത്യാവശ്യം ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റാണ് ഈ സിനിമ നടത്തിയിട്ടുള്ളത്. പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ അധികം വിജയിക്കാതെ പോയി. ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലോട്ട് ഡിസാസ്റ്റർ ലിസ്റ്റിലോട്ട് പടം വീണു. അടുത്ത പടം സ്പാ. എബ്രിഡ് ഷൈൻ്റെ ഈ സിനിമ റിലീസിന് മുമ്പ് വലിയ ഹൈപ്പൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ട്രെയിലറും പ്രൊമോഷനും ഒക്കെ കണ്ടപ്പോൾ ഒരു സ്മോൾ എക്സ്പീരിമെൻ്റൽ കൈൻഡ് ഓഫ് ഫിലിം എന്നൊരു ഇംപ്രഷനാണ് സിനിമ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കുമോ എന്നൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു, അല്ലേ? പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ സിനിമയ്ക്ക് വലിയ ഡിസ്കഷനൊന്നും ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ഓഡിയൻസ് റെസ്പോൺസൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. വേർഡ് ഓഫ് മൗത്ത് പോലും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല പേര് സിനിമയ്ക്ക് പ്രതീക്ഷകൾ നൽകിയെങ്കിലും അവരൊന്നും തിയേറ്ററിലേക്ക് സിനിമ എത്തിച്ചില്ല. സിനിമ തിയേറ്ററിൽ അധികം വന്നതുമില്ല. ഓവറോളായി നോക്കുമ്പോൾ സ്പായ്ക്ക് തിയേറ്ററിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല.
ബോക്സ് ഓഫീസിൽ നോട്ടീസബിൾ റണ്ണൊന്നും ലഭിക്കാതെ റിലീസായ മാറിയ ഒരു സ്പാ തിയേറ്ററിലൊരു ഫ്ലോപ്പായി മാറി. അടുത്ത പടം സുഖമാണോ സുഖമാണ്. മാത്യൂസിൻ്റെ ഈ പടം അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രെയിലറൊക്കെ കണ്ട് ആളുകൾക്ക് കാണാനൊക്കെ തോന്നുന്നൊരു ടൈപ്പ് ട്രെയിലറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നെങ്കിലും OTTയിൽ വന്ന സമയത്ത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു സ്ലോ പീസിൽ പോകുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെയൊക്കെ ഒരു മിഡിൽ പോർഷനൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ സീൻസുകളും നമുക്ക് സങ്കടം വരുന്ന കുറച്ച് സീനുകളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. മാത്യു തോമസിൻ്റെ സിനിമകളിൽ കുറേ നാളായിട്ടൊരു ഹിറ്റ് കൊടുക്കാൻ പുള്ളിക്ക് ഇതുവരെ സാധിക്കുന്നില്ല. ഇതിലൊരു ഹിറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും പടം ഫ്ലോപ്പിലോട്ടാണ് പോയത്. പക്ഷേ ഒരു തവണയെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. അടുത്ത പടം മസ്തിഷ്ക മരണം. കൃഷാന്ത് എന്ന മേക്കറുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇവിടെ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അത്തരത്തിൽ പുള്ളിയുടെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താറുമുണ്ട്. മസ്തിഷ്ക മരണം എന്ന ടൈറ്റിൽ കേട്ടപ്പോഴും ഇനീഷ്യൽ പ്രൊമോസ് കണ്ടപ്പോഴോ ഇതുവരെ പരീക്ഷിക്കാത്തൊരു പടം തന്നെയായിരിക്കും എന്നൊരു ഫീല് എനിക്കുണ്ടായിരുന്നു. വമ്പൻ ഹൈപ്പൊന്നും ഇല്ലെങ്കിലും ഇതൊരു ആക്ച്വലി ഇതെന്താണ് എന്നറിയാനൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമയ്ക്ക് വലിയൊരു ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓഡിയൻസിന് റെസ്പോൺസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഡിസ്കഷൻ പോലും വളരെ ചെറിയ സർക്കിൾസിൽ മാത്രം നിന്നു. സാധാരണ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിയില്ല, അവരുമായി കണക്റ്റ് ആകുന്ന രീതിയിലുള്ളൊരു എക്സിക്യൂഷൻ ആയിരുന്നില്ല സിനിമയുടേത്. അതാണ് ശരിക്കും സത്യം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുള്ളിയുടെ ടൈപ്പ് ഓഫ് സിനിമകൾ ആസ്വദിക്കുന്ന കുറച്ച് പേര് സിനിമ കണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് OTT വന്നപ്പോഴും ഇതിൻ്റെ മിക്സഡ് റിവ്യൂ ആയിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പടം തിയേറ്ററിൽ പക്ഷേ ഫ്ലോപ്പായിരുന്നു. സോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.